ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് 2 അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നില്ല, കാരണം അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് കമ്പനി, എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം, അതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. കാരണം നമ്മൾ ഒരുപാട് തവണ പഠിച്ച കാര്യമായതുകൊണ്ട് വീണ്ടും അതെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ യൂണിറ്റ് 2ലേക്ക് പോകാം. ഒരു ബിസിനസ്സിന് അതിന് നടത്തിപ്പ് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് അത് നടത്തുന്നതിനോട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ് ആവശ്യമാണ്. അപ്പം സോൾ ട്രേഡ് ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യും, അവർ തന്നെ കൊണ്ടുവരും. പക്ഷേ കമ്പനി എന്താണ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യും, പബ്ലിക്കിൽ നിന്നാണ് അവർ റേസ് ചെയ്യുക. അതെങ്ങനെയാണ് റേസ് ചെയ്യുന്നത്, അവർ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവരുടെ ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കാണെങ്കിലോ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പബ്ലിക്കിലേക്ക് അവരുടെ ഷെയർ നൽകിയിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി, പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസ്പെക്ട്സ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഷെയർസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അത് കമ്പനി അപ്രൂവ് ചെയ്യും. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഷെയർസ് അലോട്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് നൽകും. അപ്പം ടൈപ്പ് ഓഫ് ഷെയർസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂഷ്വലി 2 ടൈപ്സ് ഷെയർസ് ആണെന്നുള്ളത്, ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കില്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്, കമ്പനിയുടെ മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കും. അതുമാത്രമല്ല ഇക്വിറ്റി ഷെയറിനേക്കാൾ കുറച്ചുകൂടെ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അവർക്കായിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുക, ലിക്വിഡേഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അസറ്റ്സിൻ്റെ ലിക്വിഡേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനായിട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസിന് നൽകും. പക്ഷേ പ്രിഫറൻസ് ഷെയറുകാർക്ക് എന്തില്ല, വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഇനി പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ഷെയർസ്, നമ്മൾ കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർ നൽകുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ കുറിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് എന്തുണ്ടാവും, ഇറ്റ്സ് എ ഫോമൽ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽ അബൌട്ട് ദ കമ്പനി, ഇറ്റ്സ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ദ ടേംസ് ഓഫ് ഷെയർ ഇഷ്യൂ. അതിനകത്ത് അതിൻ്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തും അതുപോലെ ഇഷ്യൂ ഷെയർ ചെയ്തതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, പ്രോസ്പെക്ട്സ് ഉണ്ടാവും. It is inform potential investors about their money will be utilized. The prospects also specify whether the payment for shares will be one time lump sum ആയിട്ടാണ് or ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ പബ്ലിക്കിലേക്ക് നൽകുന്ന ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, കമ്പനിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്നുണ്ടാകും. അതുപോലെ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും ഈ ഷെയറിൻ്റെ പേയ്മെൻറ്റ് ഒരുമിച്ച് ലംസമായിട്ടാണോ എടുക്കുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണോ എടുക്കുന്നുള്ളതൊക്കെ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾ പ്രോസ്പെക്റ്റ് നൽകി അതിനുശേഷം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അത് നമ്മൾ അപ്ലൈ ചെയ്യും. അവർ അപ്ലിക്കേഷൻ നൽകും. എന്തിനു വേണ്ടി, നമ്മൾ കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിന് വേണ്ടി അപ്ലിക്കേഷൻ നൽകും. അതിനായിട്ട് അവർ ത്രൂ ബാങ്ക് വഴിയുള്ള ബ്രോക്കർ വഴിയായിരിക്കും അവർ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പം കമ്പനി എന്ത് ചെയ്യണം, കീപ് ദ അപ്ലിക്കേഷൻ പ്രോസസ് ഓപ്പൺ അറ്റ്ലീസ്റ്റ് 4 days ടു അലോ സഫീഷ്യൻറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അറ്റ്ലീസ്റ്റ് 4 days എങ്കിലും അവരെന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കണം. Is there any oversubscription, more application than available share? The company may reject some application or refund excess money. ഇവിടെ പറയും, നമ്മൾ പബ്ലിക്കിലേക്ക് നൽകിയിരിക്കുന്ന ഷെയറിനേക്കാൾ കൂടുതൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ അപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുക്കുന്ന ഒന്നെങ്കിൽ നമ്മൾക്കത് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മണി എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്യാം. അടുത്ത അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. നമ്മൾ അപ്ലിക്കേഷൻ മണി വാങ്ങിയതിന് ശേഷം the company must meet the minimum subscription requirement, meaning it must raise a certain minimum amount to proceed with the allotment. നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ മെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്.
ഇഫ് ദ റിക്വയർഡ് ക്യാപിറ്റൽ ഈസ് നോട്ട് മെറ്റ് ദ അപ്ലിക്കേഷൻ മണി റീഫണ്ടഡ് വിത്തിൻ 130 ഡേയ്സ്. നമ്മൾ ആവശ്യമായിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ മണി നമുക്ക് കിട്ടേണ്ട ക്യാപിറ്റൽ മണി അത് നമ്മൾക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 130 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം, തിരിച്ചു നൽകണം. ഇൻവെസ്റ്റർ ഹു റിസീവ്ഡ് ഷെയർ ഗെറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ്. ആർക്കൊക്കെയാണോ ഷെയർ ലഭിക്കുന്നത് അവർക്ക് എന്ത് കിട്ടും, അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. അതെന്ത് കൺഫേം ചെയ്യുന്നത്, അവരുടെ ഓണർഷിപ്പാണ് കൺഫേം ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രോസ്പെക്ട്സ് നൽകി അതിനുശേഷം അപ്ലിക്കേഷൻസ് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഷെയർസ് എന്ത് ചെയ്തു, അലോട്ട് ചെയ്തവർക്ക് നൽകുകയാണ്. അതിനാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദോസ് ഹു അപ്ലിക്കൻറ്റ് ആർ നോട്ട് ആക്സെപ്റ്റഡ് റിസീവ്. നമ്മൾ ഇനി വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിക്കാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഫണ്ട് എന്ത് ചെയ്യും, നമ്മൾ റീഫണ്ട് ചെയ്യും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൾ ഷെയർ ഇഷ്യൂവൻസ്. ഇവിടെ വെൻ കമ്പനി ഇഷ്യൂസ് ഷെയർസ് ഇറ്റ് മേ കളക്ട് ദ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഫുൾ എമൗണ്ട് അറ്റ് വൺസ്. ദീസ് പേയ്മെൻറ്റ്സ് നോട്ട്സ് ആർ കോൾ ഓൺ ഷെയർസ്. നമ്മൾ പബ്ലിക്കിൽ നിന്നും പബ്ലിക്ക് ഷെയർ നൽകി അവരോട് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നത് ഒരുമിച്ച് വാങ്ങുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങും. അതിനാണ് കോൾ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അവരുടെ നിന്ന് എന്ത് ചെയ്യും, എമൗണ്ട് വാങ്ങിയെടുക്കും. ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഇനീഷ്യൽ അലോട്ട്മെൻറ്റ് നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കമ്പനി എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ദ അൺപെയ്ഡ് ഷെയർ പ്രൈസ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ബാക്കി അവർ അടക്കാനുള്ള ബാക്കിയുള്ള അൺപെയ്ഡ് എമൗണ്ട് എന്ത് ചെയ്യും, കമ്പനി ഷെയർ ഹോൾഡറിനോട് റിക്വസ്റ്റ് ചെയ്യും. അതിനെയാണ് ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത്. അപ്പം ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോൾ വന്നു കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്ന ടൈമിനകത്ത്. ആൻഡ് സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദ കമ്പനി സ്റ്റിൽ നീഡ് മോർ ഫണ്ട്സ് ഇറ്റ് മേക്സ് അനദർ ഡിമാൻഡ് ഫ്രം ദ ഷെയർ ഹോൾഡർ. അതിന് ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് എത്ര കോളായിട്ട് ഇതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഒന്നെങ്കിൽ സെക്കൻഡ് കോൾ രണ്ട് കോൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ ഒരു കോളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഡിപ്പെൻഡ് ഓൺ കമ്പനി എന്താണോ പറയുന്നതനുസരിച്ചായിരിക്കും. അപ്പം സെക്കൻഡ് കോളിന് ഇപ്പം കോൾ മണിയായിട്ട് ഫോർ എക്സാമ്പിൾ 10 റുപ്പീസ് ഈച്ചായിട്ട് പറയുന്നത്. ഒരു തവണ ഫസ്റ്റ് കോളിൽ 10 റുപ്പീസ്, സെക്കൻഡ് കോളിൽ 10 റുപ്പീസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം സെക്കൻഡ് കോളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം, അയാളുടെ ആ 10 റുപ്പീസ് എന്ത് ചെയ്യണം, അത് പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. സേ കമ്പനി ഇഷ്യൂ ഷെയർ വിത്ത് ഫേസ് വാല്യൂ 10. അപ്പം അയാൾ 10 രൂപയ്ക്ക് കമ്പനി എന്ത് ചെയ്തു, അവരുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു. അതിൽ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 3 രൂപയും പെർ ഷെയർ. ഈ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അഥവാ ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ ഷെയറിന് വേണ്ടി. ആ സമയത്ത് അടക്കേണ്ട പൈസയാണ് ഈ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്, 3 രൂപ. അപ്പം അപ്ലിക്കേഷൻ മണി 3ഉം അലോട്ട്മെൻറ്റ് മണി 3ഉം ഫസ്റ്റ് കോൾ 2ഉം സെക്കൻഡ് കോൾ 2ഉം. അപ്പം മൊത്തത്തിൽ എത്രയാണ്, 10 രൂപയാണ്. 10 രൂപനെ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ. അപ്ലിക്കേഷൻ ടൈമിൽ 3 രൂപയും അലോട്ട്മെൻറ്റ് ടൈമിൽ 3 രൂപയും ഫസ്റ്റ് കോൾ 2 രൂപയും സെക്കൻഡ് കോൾ 2 രൂപയും. ഈ വൺസ് ഓൾ കോൾസ് ആർ പെയ്ഡ് ദ ഷെയർ ഹോൾഡർ ഫുള്ളി ഓൺ ദ ഷെയർ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കൂടെ അടച്ചു കഴിഞ്ഞാൽ എന്തായി, ഷെയർ ഹോൾഡർ ആ ഷെയർ ഓൺ ചെയ്തിരിക്കുന്നു. ഇനി ഷെയർ ഹോൾഡർ ഫെയിൽ ആവുകയാണ് പേ ചെയ്യുന്നെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഫോർഫീച്ചർ ചെയ്യും. എന്താണ് താഴോട്ട് പറയുന്നുണ്ട്, എന്താണ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫീറ്റഡ് ചെയ്തിരിക്കും. ഇനി അക്കൗണ്ടിങ് എൻട്രീസ് ഫോർ ഇഷ്യൂയിങ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നമ്മളിപ്പം ഓരോ സ്റ്റെപ്സും പറഞ്ഞു എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ. അത് ഫസ്റ്റ് പ്രോസ്പെക്ട്സ് കൊടുക്കും. അതിനുശേഷം സെക്കൻഡ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷനാണ്. അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യും. പിന്നീട് നമ്മൾ അതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൾ ഇൻ ഷെയർ ഇഷ്യൂവൻസും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണൊക്കെയാണ്. വെൻ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, നമ്മൾ അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ഷെയർ അപ്ലിക്കേഷൻ. നമ്മൾ ബാങ്കിലേക്ക് പണം വന്നു, അപ്പം ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു അപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കുന്നു. വെൻ അപ്ലിക്കേഷൻ മണി ഈസ് ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ, നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ആക്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. ഇനി നമ്മൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മണി നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക,
ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾക്ക് ആ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്ത് എങ്ങനെ വരും? ബാങ്കിലേക്കാണ്. ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇനി നമ്മൾ കോൾ മണി ഡ്യൂ ആയി എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സെക്കൻഡ് കോൾ എല്ലാത്തിനും ഒറ്റ എൻട്രി തന്നെയാണ്. ഫസ്റ്റോ സെക്കൻഡ് കോളോ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി സെക്കൻഡ് കോൾ ആണെങ്കിൽ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. ഇനി നമ്മൾ ആ കോൾ മണി റിസീവ് ചെയ്ത് എങ്ങനെയായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആക്റ്റഡ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് കോൾ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ സെക്കൻഡ് കോൾ എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. അടുത്ത ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇവിടെ പറയുന്നത് ക്യാഷിന് പകരം കമ്പനീസ് ഡു നോട്ട് ഓൾവേസ് ഇഷ്യൂ ഷെയർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ്. ക്യാഷിന് പകരം മാത്രമായിട്ടല്ല കമ്പനി എന്ത് ചെയ്യുക? ഷെയർ ഇഷ്യൂ ചെയ്യുക. ചില സമയങ്ങളിൽ ദേ ഇഷ്യൂ ഷെയർസ് ടു പേ അസറ്റ് ഓർ സർവീസ് ഇൻസ്റ്റഡ്. അസറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സർവീസസിൻ്റെ മുകളിലോ ആയിട്ട് അവരെന്ത് ചെയ്യും? അതിന് പകരമായിട്ട് ഷെയർ അവരുടെ കമ്പനിയിലെ ഷെയർ ഇഷ്യൂ ചെയ്യും. ദിസ് ഇസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയും. കാരണം പണം വാങ്ങുന്നതിന് പകരം അവർ അസറ്റിൻ്റെ മുകളിലോ സർവീസസിൻ്റെ മുകളിലോ അവരുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകും. അപ്പം വൈ ഡു കമ്പനി ഡു ദിസ്? ടു അക്വയർ ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി. അപ്പം ഇത്തരത്തിലുള്ള അസറ്റ്സുകളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി അതിന് പണം നൽകുന്നതിന് പകരം എന്ത് ചെയ്യും? കമ്പനിയിലെ ഷെയർ ആ വ്യക്തിക്ക് നൽകും. ടു സെറ്റ് ലയബിലിറ്റി ഓർ ഡെപ്റ്റ്സും അല്ലെങ്കിൽ ലയബിലിറ്റീസൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ എന്താ? ടു റിവാർഡ് പ്രൊമോട്ടേഴ്സ് ഫൗണ്ടേഴ്സ് ഫോർ ദെയർ റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ കമ്പനി. ടു കോമ്പൻസേറ്റ് ക്രെഡിറ്റർ വെൻഡേഴ്സ് ബൈ ഓഫറിംഗ് ഷെയർ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ്. അല്ലെങ്കിൽ ക്രെഡിറ്റർ നമുക്ക് കടന്ന വ്യക്തിക്കോ വെണ്ടർക്കോ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തിനാണ്? പൈസക്ക് പകരം പേയ്മെൻറ്റിന് പകരം എന്ത് ചെയ്യുന്നു? നമ്മുടെ കമ്പനിയിലെ ഷെയർ അവർക്ക് നൽകുകയാണ്. അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി പർച്ചേസ് മെഷീനറി വർത്ത് 5 lakh. 5 lakhൻ്റെ മെഷീനറി അയാൾ വാങ്ങി സപ്ലയറിൽ നിന്ന് കഴിഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്, അതിന് പണം നൽകുന്നതിന് പകരം ആ 5 lakh കൊടുക്കുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്തു? 5,000 ഷെയർസ് അറ്റ് ₹100 ഈച്ച്. 5000 ഷെയർ ഈച്ച്, ഓരോ ഷെയറിന് 100 രൂപ വെച്ചിട്ട് 5000 ഷെയർ എന്ത് ചെയ്തു? ആ സപ്ലയർക്ക് നൽകും. അപ്പോൾ അതിൻ്റെ എൻട്രീസ് ഓഫ് അസറ്റ് പർച്ചേസ് യൂസിങ് ഷെയർ എങ്ങനെയാണ്? അസറ്റ് വാങ്ങിയിരിക്കുന്നത് ഷെയർ വെച്ചിട്ട് അസറ്റ് വാങ്ങിയതിൻ്റെ എൻട്രി എങ്ങനെ വരിക? അസറ്റ് അക്കൗണ്ട് ആക്റ്റഡ് ടു വെണ്ടർ അക്കൗണ്ട്. അസറ്റ് പർച്ചേസ്ഡ് ഫ്രം വെണ്ടറിൽ നിന്ന് അസറ്റ് വാങ്ങിയതിൻ്റെ ജേണൽ എൻട്രിയാണ്. ഇനി ഷെയർ ഇഷ്യൂഡ് ടു വെണ്ടർ എങ്ങനെയാണ്? വെണ്ടർ അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ജേണൽ എൻട്രി വരിക. അടുത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ക്യാഷ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ അഥവാ ഫേസ് വാല്യൂ. കമ്പനി അവരുടെ എന്ത് ചെയ്യാണ്? When a company issues shares in exchange of cash, process is known as issue of shares for cash. കമ്പനി ക്യാഷിന് വേണ്ടി എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ആയിട്ട് ഷെയർ നൽകുന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യാണ് എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ്. ഇതിനെ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ വേ റേസിങ് ഫണ്ട്സ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തിട്ട്? അറ്റ് പാർ അഥവാ ഇഷ്യൂഡ് അറ്റ് പാർ അഥവാ ഫേസ് വാല്യൂവിലായിരിക്കാം, പ്രീമിയം ആയിട്ട് കൊടുക്കാം, അറ്റ് ഡിസ്കൗണ്ട് കൊടുക്കാം. ഈ 3 രീതിയിലും എന്ത് ചെയ്യാം? ഈ നമ്മളെ ഷെയർ പബ്ലിക്കിലേക്ക് നൽകാം. ഒന്നുകിൽ അറ്റ് പാർ അഥവാ ഫേസ് വാല്യൂ, പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെ. പ്രീമിയം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഫേസ് വാല്യൂവിനേക്കാൾ എക്സ്ട്രാ എമൗണ്ട് അതിനകത്ത് വരും. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ രൂപയ്ക്കായിരിക്കും നമ്മൾ ഷെയർ കൊടുക്കുക. അതെന്താണ് താഴോട്ട് പറയുന്നുണ്ട്. ഇഷ്യൂ അറ്റ് പാർ അഥവാ ഫേസ് വാല്യൂ. പിന്നെ കമ്പനി ഇഷ്യൂഡ് ഷെയർ അറ്റ് പാർ ഇറ്റ് മീൻസ് ഷെയർ ആർ സോൾഡ് ഫോർ ദ നോമിനൽ ഓർ ഫേസ് വാല്യൂ. ഇവിടെ പറയുന്നത് കമ്പനി അതിൻ്റെ ഷെയർ പറഞ്ഞിരിക്കുന്ന ഫേസ് വാല്യൂവിന് മാർക്കറ്റ് വാല്യൂ എന്താണോ, നോമിനൽ വാല്യൂ എന്താണോ അതിന് തന്നെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ അഥവാ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫേസ് വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാകും? നമ്മളെ റിട്ടേൺ ഓൺ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് റെപ്രസെൻറ്റ് ദ ബേസിക് വാല്യൂ ഓഫ് ഷെയർസ്. അതിന് നമ്മളെ ഷെയർ സർട്ടിഫിക്കറ്റിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളെ ഫേസ് വാല്യൂ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ അഥവാ പാർ വാല്യൂ. ദ നോമിനൽ വാല്യൂ ഓഫ് ഈച്ച് ഷെയർസ് ടിപ്പിക്കലി സെറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഷെയറിൻ്റെയും ഫേസ് വാല്യൂ അഥവാ നോമിനൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ 10 rupees
അല്ലെങ്കിൽ 100 റുപ്പീസ് എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഷെയറിന് എത്രയാണ് പൈസ നമ്മൾ നോമിനൽ വാല്യൂ കാണുന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രോസ്പെക്ട്സിലല്ല, ഇൻകോർപ്പറേഷൻ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇഷ്യൂ പ്രൈസ് അറ്റ് പാർ, ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഷെയർ ആർ ഓഫേർഡ് ടു ദ പബ്ലിക് ഈസ് ദ സെയിം ആസ് ഫേസ് വാല്യൂ. ഇഷ്യൂ പ്രൈസ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഫേസ് വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെയും പ്രൈസ് വാല്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇഷ്യൂസ് 10,000 ഷെയർ വിത്ത് ഫേസ് വാല്യൂ 10 ഈച്ച്. കമ്പനി 10,000 ഷെയറുകൾ പബ്ലിക്കിലേക്ക് നൽകിയിരിക്കുന്ന ഓരോ ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ്. ഫേസ് വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്? 10 രൂപ തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 10,000. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 10 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ ഫേസ് വാല്യൂയും ഇഷ്യൂ പ്രൈസും 10 ആയതുകൊണ്ട് ഇതിനെന്ത് പറയും? ഇഷ്യൂ പ്രൈസ് അറ്റ് പാർ എന്ന് പറയും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും? 10,000 ഇൻറ്റു 10 എത്രയാണ്? 1 lakh ആണ്. പിന്നെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ക്വസ്റ്റ്യൻ, അലോക് ലിമിറ്റഡ് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദ പബ്ലിക്. അലോക് ലിമിറ്റഡ് അയാളുടെ 10,000 ഇക്വിറ്റി ഷെയർ പബ്ലിക്കിലേക്ക് സബ്സ്ക്രിപ്ഷൻ നൽകി. അതിൻ്റെ ഓരോ ഷെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 10 ഈച്ച് ആണ്. അതിൽ 5 രൂപ അപ്ലിക്കേഷൻ മണിയും 3 രൂപ അലോട്ട്മെൻറ്റാണ്. ബാലൻസ് വരുന്ന രൂപ എത്രയാണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അയാൾക്ക് അപ്ലിക്കേഷൻ റിസീവ്ഡ് 10,000 ഇക്വിറ്റി ഷെയർ. 10,000 ഇക്വിറ്റി ഷെയറിന് അയാൾക്ക് അപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രീസ് വരുന്നത് നോക്കാം. ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി, ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു അപ്ലിക്കേഷൻ മണി എത്രയാണ്? 5 രൂപയാണ്. അപ്പോൾ 50,000 നമുക്ക് കിട്ടും. എങ്ങനെയാണ്? 10,000 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 50,000. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ മണി ടോട്ടൽ എത്ര കിട്ടി? 50,000 കിട്ടി. ഓൺ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50,000. ഇനി അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ അലോട്ട്മെൻറ്റ് മണി എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3 രൂപയാണ്. അപ്പം 3 ഇൻറ്റു 10,000 എത്രയാണ്? 30,000 ആണ്. ഡ്യൂ ആവും ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 30,000. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ് വരിക? ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 20,000. ബീങ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ടു 10,000 ഷെയർ. 10,000 ഇൻറ്റു 2 നമ്മൾ ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപയാണ്. അപ്പോൾ 2 ഇൻറ്റു 10,000 എത്രയാണ്? 20,000 ആണ്. അപ്പം ഇനി നമ്മൾക്ക് എന്ത് ചെയ്തു? ഡ്യൂ ആയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി നമുക്ക് ലഭിച്ചു. അപ്പോൾ എങ്ങനെ വരും അതിൻ്റെ ട്രാൻസാക്ഷൻ എൻട്രി? എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്രയാണ്? 20,000. അടുത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എബോ ഫേസ് വാല്യൂ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിന്, ഫേസ് വാല്യൂവിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും ഇഷ്യൂ ഷെയർ അറ്റ് പ്രീമിയം എന്ന് പറയും. എക്സാമ്പിൾ, കമ്പനിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പക്ഷേ എന്താണ് പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണ്? 12 ആണ്. അപ്പം അതിൽ 2 രൂപ എന്താണ്? പ്രീമിയമാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപ പ്രീമിയമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അജന്ത ലിമിറ്റഡ് ഓഫേർഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ 10,000 ഇക്വിറ്റി ഷെയർ അറ്റ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം 2 per ഷെയർ. അപ്പം മൊത്തം എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 12 രൂപയാണ് പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. അതിൽ 2 rupees എന്താണ്? പ്രീമിയമാണ്. അപ്ലിക്കേഷൻ മണി 4 ആണ്. അലോട്ട്മെൻറ്റ് മണി 4 ആണ്. പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്തുള്ള 2 രൂപ എന്താണ്? പ്രീമിയമാണ്. ബാലൻസ് ഇൻ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 2 ഈച്ച്. നമ്മൾ ബാലൻസ് വരുന്ന 2 രൂപ എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രീസ് നോക്കാം. ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി നമ്മൾക്ക് 4 രൂപയാണ് പെർ ഷെയർ പറഞ്ഞു. അപ്പം 10,000 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 40,000. അപ്പം നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ മണി എത്രയാണ്? 40,000 ആണ്. ഇനി ഓൺ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി 40,000 നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയപ്പം ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 40,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു 4 ആണ് അലോട്ട്മെൻറ്റ്, 4 ആണ്. പക്ഷെ അതിൽ 2 രൂപ അലോട്ട്മെൻറ്റിൻ്റെയും 2 രൂപ എന്താണ്? പ്രീമിയത്തിൻ്റെ പൈസയുമാണ്.
അപ്പം എങ്ങനെ വരും? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 20,000 ടു സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ്? 20,000 പോകും. ഇനി ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 40,000. ഫസ്റ്റ് കോൾ മണി ഡ്യൂ എത്രയാണ്? 2 രൂപയാണ് പറഞ്ഞത്. ഈക്വലായിട്ട് 2 രൂപയാണ് ഫയൽ കോളിന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 10,000 ഇൻറ്റു 2,000 ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ്? റെസിപ്റ്റ് എങ്ങനെയാണ്? മുകളിൽ വീണ്ടും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ഓൺ ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ 20,000 സെയിം. അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. ഇനി അടുത്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ രൂപക്കാണ് നമ്മൾ നമ്മുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അതിനെ പറയും ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫേസ് വാല്യൂ 10 ആണ്, പക്ഷേ നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് 9 രൂപയ്ക്കാണ് ഒരു ഷെയർ കൊടുത്തിരിക്കുന്നത്. അപ്പം എത്ര രൂപ നമ്മൾ ഡിസ്കൗണ്ട് 1 രൂപ ഡിസ്കൗണ്ട് അവിടെ വന്നു. പിന്നെ ജേണൽ എൻട്രീസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. അൻകൂർ ലിമിറ്റഡ് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ ഫ്രം പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ 10,000 ഇക്വിറ്റി ഷെയർ. 10,000 ഇക്വിറ്റി ഷെയറിനുള്ള അപ്ലിക്കേഷൻ പബ്ലിക്കിൽ നിന്ന് വന്നു. അതിൽ നിന്ന് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ 10,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. അതിൽ 10 രൂപയായിരുന്നു ഇതിൻ്റെ ഫേസ് വാല്യൂ. പക്ഷേ അതിനെന്ത് കൊടുത്തു? 1 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം പെർ ഷെയർ എത്രയാണ്? 9 രൂപയാണ് പെർ ഷെയർ വരുന്നത്. അതിൽ 4 രൂപ അപ്ലിക്കേഷൻ മണിയും 3 രൂപ അലോട്ട്മെൻറ്റും ബാലൻസ് എന്ത് ചെയ്യും? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളുമാണ്. അപ്പോൾ ഇതപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ജേണൽ എൻട്രീസ് ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി എത്രയാണ്? 4 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ 10,000 ഇൻറ്റു 4 എത്രയാണ്? 40,000. ഓൺ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4,000. ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡക്റ്റഡ് എത്രയാണ്? 30,000. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എത്രയാണ് വരുന്നത്? 1 രൂപയാണ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. അപ്പം 10,000 ഇൻറ്റു 1 എത്രയാണ്? 10,000 ആണ് വരിക. അപ്പം നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എടുത്ത് വരും 10 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര? മൊത്തം 40,000. അപ്പം നമുക്ക് ശരിക്കും എത്രയാണ്? 30,000 ആണ് വന്നത്. 10,000 എന്തായി? നമ്മൾ എന്ത് ചെയ്തതാണ്? ഡിസ്കൗണ്ട് കൊടുത്തതാണ്. ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പം 30,000 മാത്രമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം 10,000 നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജേണൽ എൻട്രി വന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണെന്ന് മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് അപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറയും. അപ്പം ഇവിടെ പറയുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ കയ്യിലില്ലാത്ത കമ്പനി കനോട്ട് ഇഷ്യൂ മോർ ഷെയർ ദാൻ ഇറ്റ് ഒറിജിനൽ ഓഫേർഡ്. അവർ ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല കമ്പനിക്ക് ഷെയർ. അലോക്കേഷൻ പ്രോസസ്സ് വെൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഹാപ്പൻ. നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? അതെങ്ങനെ ഫെയർ ആയിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ ഷെയർ നമ്മൾ വീതിച്ച് നൽകേണ്ടതെന്ന് അവർ തീരുമാനമെടുക്കണം. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി യൂഷ്വലി ചെയ്യുന്നത് എന്താണ്? പ്രൊറേറ്റ് ചെയ്യാണ്. പ്രൊറേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ബേസിസ്. അപ്പോൾ ഈച്ച് അപ്ലിക്കേഷൻ റിസീവ്സ് പ്രൊപ്പോർഷൻ ഓഫ് ദ ഷെയർ ദേ അപ്ലൈഡ് ഫോർ. അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? അലോട്ട് ചെയ്ത് നൽകുക. ഫോർ എക്സാമ്പിൾ ഇഫ് ആൻ ഇൻവെസ്റ്റർ പെയ്ഡ്, ഒരു ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്തിരിക്കുന്നത് 100 ഷെയറിന് വേണ്ടിയാണ്. പക്ഷേ അയാൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 75% മാത്രമാണെങ്കിൽ അവർ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ 75% മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് 75, അയാൾ 100 ഷെയറിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ അയാൾക്ക് 75 ഷെയർ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. റിട്ടൻഷൻ ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ്. എ കമ്പനി ക്യാൻ റിട്ടൈൻ അപ് ടു 50% ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഷെയർസ് ഇഫ് ഇറ്റ് ഹാസ് ഓൾറെഡി ഡിസൈൻ ഇൻ അഡ്വാൻസ്. ഇവിടെ പറയുന്നത് ഇനി നമ്മൾക്ക് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നതിൻ്റെ മുകളിൽ കമ്പനിക്ക് ഒരു 50% എന്ത് ചെയ്യാൻ സാധിക്കും? റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അത് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ദിസ് റൂൾ എങ്ങനെയാണ്?
ഇഫ് ദ കമ്പനി റിസീവ് മോർ ദാൻ അപ്ലിക്കേഷൻ ദാൻ ഓഫേർഡ്, അവർ ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ അഡീഷണൽ ഷെയർ ദേ ക്യാൻ അലോട്ട് അഡീഷണൽ ഷെയർ, അവർക്ക് അഡീഷണൽ ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റും. എത്രത്തോളം 50% ഓഫ് വന്നിരിക്കുന്ന ഓവർ സബ്സ്ക്രിപ്ഷൻ പോർഷൻ്റെ മുകളിൽ 50% മാത്രമേ അവർക്ക് അഡീഷണൽ ഷെയർ അലോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എക്സാമ്പിൾ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പനി 10,000 ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുകയും പക്ഷേ 12,000 എന്ത് കിട്ടി, ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു, ഓവർ അപ്ലിക്കേഷൻസ് വരികയാണ്. അപ്പം ഇതിൽ 2,000 എന്താണ്, ഓവർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പം കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ 2,000 ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ മുകളിൽ 2,000-ൻ്റെ 50% എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അഥവാ 300 അഡീഷണൽ ഷെയർ. അപ്പം കമ്പനി എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കൊടുക്കും എത്ര, 10,300 ഷെയർ, 10,000 ഷെയറിന് പകരം 10,300 ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. റിമൈനിങ് 1,700, നമ്മൾ ഈ 2,000-ൽ ബാക്കി 1,700 എക്സസ് ഷെയർ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, പ്രോ റേറ്റ് ബേസിസിൽ എന്ത് ചെയ്യാം, അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കാം. ലീഗൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയിൻസ് എങ്ങനെയാണ്, ദിസ് പ്രാക്ടീസ് ഇസ് കോമൺലി അലൗഡ് അണ്ടർ റെഗുലേറ്ററി ഗൈഡ്ലൈൻസ് ഓഫ് സച്ച് ആസ് SBI ആൻഡ് റെഗുലേഷൻ ഇന്ത്യ. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ പറയാം. ടൈപ്പ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ഓവർ സബ്സ്ക്രിപ്ഷൻ, ഫുൾ അലോട്ട്മെൻറ്റ്, സം അപ്ലിക്കേഷൻ റിസീവ് ഓൾ ഷെയർസ് ദേ അപ്ലൈഡ് ഫോർ. ഫുൾ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷന് ഫുൾ അലോട്ട് ചെയ്ത് കൊടുക്കും. റിജക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ, സം അപ്ലിക്കൻ്റ് ആർ കംപ്ലീറ്റ് റിജക്ട്, ചില അപ്ലിക്കേഷൻസ് എന്താക്കും, മുഴുവനായിട്ട് അങ്ങനെ റിജക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ മണി എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. പാർഷ്യൽ അഥവാ പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം അപ്ലിക്കൻറ്റ് റിസീവ്ഡ് ഫ്യൂവർ ഷെയർസ് ദാൻ അപ്ലൈഡ് ഫോർ. ചില അപ്ലിക്കൻസിന് എന്ത് ചെയ്യും, അവർ എന്താണ് റിക്വസ്റ്റ് ചെയ്ത, അവർ അപ്ലൈ ചെയ്ത ഷെയറിനേക്കാൾ കുറച്ചിട്ടായിരിക്കും അവർക്ക് ഷെയർ നൽകുക. ആൻഡ് എക്സസ് അപ്ലിക്കൻ്റ് മണി അഡ്ജസ്റ്റ് ടുവേർഡ്സ് അലോട്ട്മെൻറ്റ്, ഈ എക്സസ് വന്നിരിക്കുന്ന അപ്ലിക്കൻ്റ് മണി എന്ത് ചെയ്യും, അവർ അലോട്ട്മെൻറ്റ് മണിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ താഴത്തോട്ടുണ്ട്. ഫുൾ അലോട്ട്മെൻറ്റ്, എ കമ്പനി മേ അലോട്ട് ഷെയർ സം അപ്ലിക്കൻ്റ് ഇൻ ഫുൾ ആൻഡ് റിജക്റ്റ് അതേഴ്സ്. ദ അപ്ലിക്കേഷൻ മണി ഫോർ റിജക്റ്റഡ് അപ്ലിക്കേഷൻ ഇസ് റീഫണ്ടഡ്. നമ്മൾ മുകളിൽ പറഞ്ഞ തന്നെയാണ്. ചില അപ്ലിക്കേഷൻസിന് എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, അവർ അലോട്ട് ചെയ്തിരിക്കുന്ന, അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫുൾ ഷെയർ എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കൊടുക്കും. ചിലർ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പം റിജക്റ്റ് ചെയ്തവരുടെ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. ഇനി എക്സസ് മണി എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, അജയ് ലിമിറ്റഡ് ഓഫർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ 10,000 ഇക്വിറ്റി ഷെയർ. 10,000 ഇക്വിറ്റി ഷെയറുകൾ എന്ത് ചെയ്തു, പബ്ലിക്കിലേക്ക് നൽകി. അതിൽ 10% ആണ് ഈച്ച് ഷെയറിൻ്റെയും പ്രൈസ് വരുന്നത്. അപ്പം 3 രൂപ അപ്ലിക്കേഷനും 4 രൂപ അലോട്ട്മെൻറ്റിനും ബാക്കി 3 രൂപ എന്താണ്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ദ കമ്പനി റിസീവ് അപ്ലിക്കേഷൻ, അയാൾ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10,000 ആണ്. പക്ഷേ വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് എത്രയാണ്, 15,000 ആണ്. അപ്പോൾ അവിടെ 500 എന്താണ്, എക്സസ് ആണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു, ഡയറക്ടർ അലോട്ടഡ് 10,000 ഷെയർ ഇൻ ഫുൾ, 10,000 ഷെയർ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അലോട്ട് ചെയ്തു. ബാക്കി വന്നിരിക്കുന്ന 5,000 അപ്ലിക്കേഷൻസ് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഈ റിജക്റ്റ് ചെയ്തിട്ട് ഈ 5,000 അപ്ലിക്കേഷൻ 5,000-ൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, അത് റീഫണ്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വന്നത് നമുക്ക് നോക്കാം. ഓഫേർഡ് എത്രയാണ് പറഞ്ഞു, 10,000 at 10 rupees. 50,000 അപ്ലിക്കേഷൻ വന്നു, 10,000 മാത്രം അലോട്ട് ചെയ്ത് കൊടുത്ത് 5,000 അപ്ലിക്കേഷൻസ് എന്താക്കി, നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് മണി റീഫണ്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻസിനൊക്കെ ജേണൽ എൻട്രി എങ്ങനെ വരുത്തുക, ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾക്ക് അപ്ലിക്കേഷൻ മണി വന്നു, എത്രയാണ്, 45,000. 45,000 എങ്ങനെ വന്നത്, നമ്മൾക്ക് 15,000 അപ്ലിക്കേഷൻസ് വന്നിട്ട്, അപ്പോൾ 15,000 അപ്ലിക്കേഷൻ വരുമ്പം 15,000 ഇൻറ്റു അപ്ലിക്കേഷൻ മണി നമ്മൾ പറഞ്ഞു 3 ആണ്. 3 ഇൻറ്റു 50,000 എത്രയാണ്, 45,000 ആണ്. അങ്ങനെയാണ് 45,000 ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അപ്പോൾ അതിനകത്തേക്ക് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ആക്ടർ
എത്രയാണ് 45,000 ആണ് നമുക്ക് ലഭിച്ചത്. അതിൽ നമ്മൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 30,000 മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി 50,000 എന്ത് ചെയ്യണം, നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ട് ടു ബാങ്ക്. അപ്പം അങ്ങനെ ഒരു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ കോണ്ടാക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് റീഫണ്ട് ചെയ്തു. 5,000 ഷെയറിൻ്റെ 5,000 ഷെയറല്ല 5,000 അപ്ലിക്കേഷൻ 5,000 എക്സ്ട്രാ വന്ന 5,000ത്തിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്തു, റീഫണ്ട് ചെയ്തു. അപ്പോൾ 5,000 ഇൻറ്റു 3 എത്രയാണ്, 15,000 ആണ്. ഈ രണ്ട് മണിയും കൂടിയിട്ടുള്ളതാണ് ഈ 45,000 നമുക്ക് അപ്ലിക്കേഷൻ മണി ഫസ്റ്റ് കിട്ടിയത്. ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്തു, 5,000 അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, റീഫണ്ട് ചെയ്തു. അപ്പം ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. 50,000 നമ്മൾ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ കിട്ടിയ മണി എന്ത് ചെയ്യണം, നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇത് ഡ്യൂ വരുമ്പോഴുള്ള എമൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെൻറ്റ് എത്ര വരും, 40,000. അടുത്തത് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്. വെൻ ഷെയർ ആർ അലോട്ടഡ് പ്രൊപ്പോർഷണലി ടു അപ്ലിക്കൻറ്റ്. നമ്മൾ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എക്സസ് മണി ഫ്രം അപ്ലിക്കൻറ്റ് ഈസ് അഡ്ജസ്റ്റ് ടുവേർഡ്സ് അലോട്ട്മെൻറ്റ് മണി. നമ്മൾക്ക് എക്സസ് വന്നിരിക്കുന്ന മണി എന്ത് ചെയ്യും, നമ്മൾ അലോട്ട്മെൻറ്റ് മണിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയും അതിനുശേഷം എക്സസ് മണി എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോളിലേക്ക് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ക്യാരിഡ് ഫോർവേഡ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ആർക്കിറ്റിക്ക ലിമിറ്റഡ് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ ഫ്രം പബ്ലിക് 20,000 ഇക്വിറ്റി ഷെയർ. 20,000 ഇക്വിറ്റി ഷെയറിന് ഇൻവിറ്റേഷൻ നൽകി പബ്ലിക്കിലേക്ക്. അതിൽ പെർ 10% 10 റുപ്പീസാണ് പെർ ഈച്ച് ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ല, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. അതിൽ പ്രീമിയം 30% അഥവാ 3 പെർ ഷെയർ പ്രീമിയം, അതിൽ 3 രൂപ പ്രീമിയവും 10 രൂപയാണ് 20,000 ഷെയറിൻ്റെ പെർ ഷെയറിൻ്റെ രൂപ എന്ന് പറയുന്നത് 10 രൂപയും അതിൽ 3 രൂപ എന്താണ്, പ്രീമിയമാണ്. അപ്പം അത്രയാണ് ടോട്ടൽ എത്രയായിരിക്കും, അപ്പം 13 രൂപയാണ് ഷെയറിന്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 13 രൂപയാണ്. 10 രൂപ ഫേസ് വാല്യൂ, 3 രൂപ എന്താണ് നമ്മുടെ പ്രീമിയവുമാണ്. അപ്പം 3 രൂപ അപ്ലിക്കേഷൻ ആയിട്ടും 6 അലോട്ട്മെൻ്റ് ആണ്. അതിൽ ഈ അലോട്ട്മെൻറ്റ് മണി തന്നെയാണ് പ്രീമിയം വരുന്നത് 3 രൂപ. അപ്പം ബാലൻസ് വരുന്നത് ഈക്വൽ ടു കോൾസിലായിട്ടേക്കാണ്. ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻ 25,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ വന്നു. ദ ഡയറക്റ്റ് അലോട്ടഡ് 2,000 ഷെയർസ്. അവരെന്ത് ചെയ്തു, 20,000 ഷെയർസ് മാത്രം അലോട്ട് ചെയ്ത് കൊടുത്തു പ്രോറാറ്റ ബേസിസിൽ. എക്സസ് അപ്ലിക്കേഷൻ മണി, എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് വരുന്നത് നോക്കാം. ഓഫേർഡ് 20,000 ഷെയർസ് അറ്റ് 10 റുപ്പീസ്. റിസീവ്ഡ് എത്രയാണ്, 25,000 അപ്ലിക്കേഷൻസ്. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ടു ഓൾ അപ്ലിക്കൻറ്റ്. എക്സസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ടുവേർഡ്സ് അലോട്ട്മെൻറ്റ്. ജേണൽ എൻട്രി എങ്ങനെയാണ്, ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി 25,000 ഷെയർസ് നമ്മൾ എത്രയാണ് പറഞ്ഞത്, അലോട്ട്മെൻറ്റ് മണി എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 3 രൂപയാണ്. അപ്പം 20,000 നമ്മൾ ഇഷ്യൂ ചെയ്തത്, പക്ഷെ അതിൽ 25,000 നമ്മൾക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോറാറ്റ റേഷ്യോയിലാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് എത്ര വന്നു അപ്ലിക്കേഷൻ മണി, 25,000 ഇൻറ്റു 3 എത്രയാണ്, 75,000 ആണ് നമ്മുടെ വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ മണി. അപ്പം ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എത്രയാണ്, 75,000. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എക്സസ് അപ്ലിക്കേഷൻ മണി ആൻഡ് ട്രാൻസ്ഫർ ഷെയർ ക്യാപിറ്റൽ. നമുക്ക് എക്സസ് വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ്, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എത്രയാണ്, 75,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണ്, 60,000 പോകും. ബാക്കി 15,000, നമുക്ക് എക്സസ് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15,000 ആണ്. 15,000 എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു 3 എത്രയാണ്, നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർ എന്ന് പറഞ്ഞാൽ 20,000. അപ്പോൾ 20,000 ഇൻറ്റു 3 60,000. അതിൻ്റെ കൂടെ 50,000 എക്സ്ട്രാ ഷെയർ നമുക്ക് വന്നിട്ടുണ്ട്, 50,000 അല്ല 25,000 വന്നിട്ടുണ്ട്. അപ്പോൾ 5,000 എക്സ്ട്രാ വന്നിരിക്കുന്നത് 5,000 ആണ്.
അപ്പോൾ എന്ത് ചെയ്യണം, 5000 ഇൻറ്റു 3 എത്രയാണ്, 50,000. അങ്ങനെയാണ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഈ 50,000 നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ എക്സസ് വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ മണിനെ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 75,000 കിട്ടുന്നത്. ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ് വരിക, 2000 ഷെയർ അറ്റ് 6 ഈച്ച്. അതിൽ ₹3 എന്താണ്, പ്രീമിയവുമാണ്. അപ്പം ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആക്ട് 1,20,000. 1,20,000 എങ്ങനെയാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 60,000 വരുന്നത് 20,000 ഇൻറ്റു 6 എത്രയാണ്, 1,20,000. അതിന് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 60,000, 6ൽ 3 പ്രീമിയം, ബാക്കി 3 എന്താണ്, അലോട്ട്മെൻറ്റ് മണിയാണ്. അപ്പോൾ 60,000 എത്രയാണ്, 1,20,000. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 60,000. പ്രീമിയം എത്രയാണ് വന്നിരിക്കുന്നത്, 60,000. അപ്പം ഡ്യൂ വരുമ്പോൾ ഉള്ള എൻട്രി ഇങ്ങനെയാണ്. ഇനി അലോട്ട്മെൻറ്റ് മണി നമ്മൾ റിസീവ് ചെയ്താൽ വരുന്ന എത്രയാണ്, ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ബീങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എക്സസ് അപ്ലിക്കേഷൻ മണി. നമ്മൾ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മണിൻ്റെ എടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എക്സസ് വന്ന എമൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, 1,20,000 നമ്മൾ എന്ത് ചെയ്യും, 15,000 രൂപ കുറക്കും. അപ്പം നമ്മൾക്ക് എത്ര കിട്ടും, 1,05,000 രൂപ കിട്ടും. ഈ 15,000 നമ്മൾ എന്താണ്, എക്സസ് വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് മണി. 25,000 മുകളിൽ അതിൽ 20,000 നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തപ്പോൾ 25,000 5,000 ഷെയറിൻ്റെ എക്സസ് വന്ന അലോട്ട്മെൻറ്റ് മണി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അതിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ വന്നിരിക്കുന്നത് എത്രയാണ്, നമ്മൾ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എക്സസ് അപ്ലിക്കൻ്റ് മണി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മണി എത്രയാണ്, 1,05,000 രൂപയാണ്. അത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഈ 1,20,000 ഈ 15,000 രൂപ കുറച്ചപ്പോഴാണ് ഈ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എക്സസ് അപ്ലിക്കേഷൻ മണി. ഓൺ ഫസ്റ്റ് കോൾ മണി ഡ്യൂ വന്നപ്പോൾ ഇപ്പോൾ എത്രയാണ് നമ്മൾ പറഞ്ഞു, ബാക്കിയുള്ളത് ഈക്വലായിട്ട് കോൾ മണി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, 2 ആയിട്ട്. അപ്പം എത്രയാണ്, 20,000 ഇൻറ്റു 2 എത്രയാണ്, 40,000 ആണ്. ഫസ്റ്റ് കോൾ മണി എത്രയാണ്, 40,000. സെക്കൻഡ് കോൾ മണി അപ്പം അതിൻ്റെ എൻട്രീസിലൊന്നും വലിയ വ്യത്യാസമില്ല, മുകളിൽ പറഞ്ഞ സെയിം എൻട്രീസ് തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അടുത്ത കോളിൻ എറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, ഫെയിൽ ആവുകയാണ് അവരെ. ഇപ്പോൾ ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി, ഒന്നെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അവർ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ആവുകയാണെങ്കിൽ, ഇതിൽ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയും കോളിൻ എറേസ്. അപ്പം എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ഈ എമൗണ്ടിൽ എന്ത് ചെയ്യും, കോളിൻ എറേസ് എന്നുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. സിംഗ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ 25,000 ഇക്വിറ്റി ഷെയർ അറ്റ് 100 ഈച്ച് ആയിട്ട് 25,000 എന്ത് ചെയ്തു, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. അതിൽ 25 അപ്ലിക്കേഷൻ മണിയും 50 അലോട്ട്മെൻറ്റ് മണിയും ബാലൻസ് 25 ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളുമാണ്. പക്ഷേ കമ്പനി റിസീവ് ചെയ്ത അപ്ലിക്കേഷൻ എത്രയാണ്, 3,000 ഷെയർ ആണ്. അപ്പം അതിനെന്ത് ചെയ്തു, പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ചെയ്തു അപ്ലിക്കേഷൻസിനെ. അപ്പം നമുക്ക് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വാസ് നോട്ട് റിസീവ്ഡ്. 250 ഷെയറിൻ്റെ മുകളിലുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ത് കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ, നമുക്ക് 2-3 കാര്യങ്ങൾ ഇത് കാണാനുണ്ട്. ഒന്ന്, എക്സസ് അപ്ലിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് മണിയിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും 25 ഷെയർസ് നമുക്ക് ഫൈനൽ കോളിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളായിട്ടുള്ള 250 ഷെയറിൻ്റെ മുകളിൽ പണവും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ നോക്കാം. പ്രോറേറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷൻ നോക്കാം.
സിൻസ് അപ്ലിക്കേഷൻ റിസീവ്ഡ് 3000 ഷെയർസിൻ്റെ മുകളിലാണ് നമുക്ക് അപ്ലിക്കേഷൻ മണി വന്നിരിക്കുന്നത്. നമ്മൾ പക്ഷേ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2500 മാത്രമാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. 2500 ഷെയർ അലോട്ടഡ് പ്രോറാറ്റ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു, അലോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിയത് എത്രയാണ്? അപ്പോൾ 3000 × 25 എത്രയാണ്? 75,000 രൂപ. നമ്മളിവിടെ പറഞ്ഞു 25 അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി റിക്വയർഡ് ഫോർ 25,000 എത്രയാണ്? 25,000 ശരിക്കും വേണ്ട നമ്മൾ 25,000 ഷെയർ മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടി വരിക? 25 × 25,000 62,500 എക്സസ് അപ്ലിക്കേഷൻ മണി എത്രയാണ് വരുന്നത്? 12,500 അപ്പോൾ 12,500 എന്ന് പറയുന്നത് നമ്മളെ എക്സസ് അപ്ലിക്കേഷൻ മണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെൻറ്റിൻ്റെ നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ അലോട്ട്മെൻറ്റ് മണിയുടെ മുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ 75,000 കിട്ടി. 75,000 വന്നിരിക്കുന്നത് 3000 × 25. 3000 അപ്ലിക്കേഷൻ മണി നമുക്ക് വന്നിട്ടുണ്ട്. 3000 വന്നുകൊണ്ട് തന്നെ 3000 × 25 എത്രയാണ്? 75,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു എത്രയാണ്? 75,000 നമുക്ക് ലഭിച്ചത്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോകും? 62,500. കാരണം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന പ്രോറൈറ്റ് റേഷ്യോയിൽ എത്രയാണ് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? 2,500. അപ്പം 2,500 × 25 എത്രയാണ്? 62,500. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അഥവാ നമുക്ക് എക്സസ് വന്നിരിക്കുന്നത് എത്രയാണ്? 12,500. അപ്പം അതിലേക്ക് പോയി, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്കും പോയി. അപ്പം എക്സസ് വന്ന 500 ഷെയർ ആണ്. അപ്പോൾ 500 × 25 12,500. അങ്ങനെയാണ് ഈ 12,500 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ എൻട്രി വരിക? നമ്മൾ മുകളിൽ പറഞ്ഞ സെയിം എൻട്രി തന്നെയാണ്. 2,500 ഷെയറിൻ്റെ മുകളിൽ 50 റുപ്പീസാണ് അലോട്ട്മെൻറ്റ് മണി. അത് മുകളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 15 റുപ്പീസാണ്. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ എൻട്രി സെയിം മുകളിലും എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 1,25,000 രൂപ ആണ് വരുന്നത്. ഇനി ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി, നമ്മൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സസ് ആയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ മണി വന്നത് അതിൻ്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എത്ര കിട്ടും? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എത്ര വരിക? 1,12,500 ആണ്. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മളെ ഈ 1,25,000 ആണ് ശരിക്കും നമ്മൾക്ക് കിട്ടേണ്ട. ഇതാണ് ഒറിജിനൽ മണി. അതിൽ നമ്മൾ എന്ത് ചെയ്തു? എക്സസ് വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് മണി ആയിട്ടുള്ള 12,500 രൂപ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെൻറ്റിൻ്റെ നമ്മൾ റിസീവ് ചെയ്ത മണി എത്രയാണ് വരുന്നത്? അപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റ് മണിയിൽ നിന്ന് റിസീവ് ചെയ്തതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ നമ്മൾക്ക് എത്രയാണുള്ളത്? 1,12,500 ആണ് എന്ത്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ വരുന്ന എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 62,500. എങ്ങനെയാണ്? 2,500 × 25 ആണ്. ഇനി ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ്? നേരത്തെ മുകളിൽ നമ്മൾ പറഞ്ഞു 250 ഷെയറിൻ്റെ മുകളിൽ എന്ത് കിട്ടിയിട്ടില്ല? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആക്കാനുണ്ട്. ഓൺ റെസിപ്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി എക്സെപ്റ്റ് 250 ഷെയർസ് എമൗണ്ട് ഡ്യൂ ഓൺ 250 ഷെയർസ് എങ്ങനെ കാണാം? 25 × 250. അപ്പം 6,250 രൂപയാണെന്ത് നമ്മൾക്ക് ലഭിക്കാത്ത ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ 6,250 രൂപ നമ്മൾക്ക് 250 ഷെയറിൻ്റെ മുകളിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയ മണി നമ്മൾ എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്? 62,500 മൈനസ് 6,250 രൂപ എത്ര വരും? 56,250 രൂപ മാത്രമേ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ബാങ്ക് അക്കൗണ്ട് കോൾസ് ഇൻ അറേസ് എന്നുള്ള അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. ഈ 6,000 നമ്മൾക്ക് കിട്ടാത്ത ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നമുക്ക് കിട്ടാത്ത ഈ മണി നമ്മൾക്ക് 250 ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ആ മണി എന്ത് ചെയ്യും? കോൾ ഇൻ അറേസ് എന്നുള്ള അക്കൗണ്ടിലേക്ക് പോകും. 6,250 ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്രയാണ്? 62,500. ഈ 62,500 എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾ ഒന്നിട്ട് പറഞ്ഞുതരാം.
2500 ഇൻറ്റു 25 62,500. ഈ 62,500 നമ്മൾക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 62,500 നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത്. പക്ഷെ നമ്മൾക്ക് 250 ഷെയറിൻ്റെ മുകളിലുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി കിട്ടിയിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി എത്രയായിരുന്നു കിട്ടാത്തത്? 250 രൂപ. 250 ഷെയറിന് മുകളിൽ 6,250 രൂപയാണ്. അപ്പോൾ 6,250 രൂപ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്രയാണ് നമ്മളിപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്നത്? 56,250 രൂപ. കിട്ടാത്ത ഈ മണി നമ്മൾ എന്ത് ചെയ്യും? കോൾ ഇൻ അറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിലേക്ക് പോകും. അപ്പോൾ 6,250 ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 62,500. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. അടുത്തത് കോൾ ഇൻ അഡ്വാൻസ്. ഇഫ് ഷെയർ ഹോൾഡർ പേ ഫ്യൂച്ചർ കോൾ മണി ഇൻ അഡ്വാൻസ് ഇറ്റ്സ് റെക്കോർഡ് ആസ് എ കോൾ ഇൻ അഡ്വാൻസ്. നമ്മൾ ഷെയർ ഹോൾഡർ അയാളുടെ ഫ്യൂച്ചർ കോൾ മണി നേരത്തെ തന്നെ പേ ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ടാണ് റെക്കോർഡ് ചെയ്യുക? കോൾ ഇൻ അഡ്വാൻസ് ആയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. എ ലിമിറ്റഡ് കമ്പനി ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ 10,000 ഇക്വിറ്റി ഷെയർ അറ്റ് 25 ഈച്ച് എന്ത് ചെയ്തു? 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു, 25 രൂപ ഈച്ച് ഷെയറിന്. അപ്പം 10 രൂപ അപ്ലിക്കേഷൻ, 5 രൂപ അലോട്ട്മെൻറ്റിനും ബാലൻസ് 10 ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടാണ്. അതിനകത്ത് റാം രണ്ട് ആൾക്കാരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. റാം എന്ന ഷെയർ ഹോൾഡർ 100 ഷെയറിൻ്റെ മുകളിൽ അയാൾ എന്ത് കൊടുത്തിട്ടില്ല? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, റാം. ശ്യാം ഹോൾഡർ എന്ത് ചെയ്തു? 150 ഷെയർ ഹോൾഡ് ചെയ്യുന്ന 150 ഷെയർ ഹോൾഡറായിട്ടുള്ള ശ്യാം എന്ത് ചെയ്തു? അയാൾ ഫുൾ എമൗണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു? നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ പേയ്മെൻറ്റും അയാൾ ചെയ്തു കഴിഞ്ഞു. അപ്പം നമുക്കതിനനുസരിച്ചുള്ള ജേണൽ എൻട്രി നോക്കാം. അത് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ടോട്ടൽ മണി ബി കളക്റ്റഡ് പെർ ഷെയർ. ഓരോ ഷെയറിൻ്റെ മുകളിൽ എത്ര രൂപയാണ്? 25 ആണ്. ടോട്ടൽ മണി റിസീവ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജും. അപ്ലിക്കേഷൻ മണിയിൽ നമുക്ക് 10 രൂപയാണ് പറഞ്ഞപ്പം 10,000 ഇൻറ്റു 10 1 lakh. അലോട്ട്മെൻറ്റിൽ 5 ഇൻറ്റു 10,000 50,000. ഫൈനൽ ആൻഡ് ലാസ്റ്റ് കോളിൽ എത്രയാണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ എത്രയാണ്? 10 ഇൻറ്റു 10,000 1 lakh. അപ്പം ഷ്യാംസ് അഡ്വാൻസ് പേയ്മെൻറ്റ് കാൽക്കുലേഷൻ. ശ്യാം എന്ത് ചെയ്തു? നേരത്തെ തന്നെ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഫുള്ളായിട്ട്. അപ്പം അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ശ്യാം ഈസ് അപ്ലൈഡ് 150 ഷെയർസ്. അയാൾ 150 ഷെയർസിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 25 മുഴുവനായിട്ടും ആ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് ചെയ്തു. ഒരു ഷെയറിൻ്റെ മുകളിൽ 25 റുപ്പീസാണ്. അതിനെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്ലിക്കേഷൻ സമയത്ത് 10, അലോട്ട്മെൻറ്റിൽ 5, പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ 10. അങ്ങനെയുള്ളത് ഈ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് തന്നിരിക്കുന്ന അയാൾ എന്ത് ചെയ്തു? ആ 25 രൂപ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ അയാൾ മുഴുവനായിട്ടും അടച്ചു തീർത്തു. അപ്പം ടോട്ടൽ പെയ്ഡ് ബൈ ശ്യാം എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്? 150 ഇൻറ്റു 25. അയാൾ 3,750 രൂപ നേരത്തെ തന്നെ അടച്ചു കഴിഞ്ഞു. എല്ലാ എമൗണ്ടും അയാൾ അടച്ചു കഴിഞ്ഞു. അപ്പം എമൗണ്ട് റിക്വയർഡ് ഇൻ അപ്ലിക്കേഷൻ സമയത്ത് ശരിക്കും അയാൾ എത്രയാണ് നൽകേണ്ടത്? 150 ഷെയറിന് 10 രൂപ വെച്ചിട്ടാണെങ്കിൽ അയാൾ എത്രയാണ് നൽകേണ്ടത്? 1,500 മാത്രമാണ്. പക്ഷേ അയാൾ ഓൾറെഡി 3,750 രൂപ എന്ത് ചെയ്തു? അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് എക്സസ് എമൗണ്ട് എത്രയാണ് അയാൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ സമയത്ത്? അപ്ലിക്കേഷൻ മണി കൂടാതെ അപ്ലിക്കേഷൻ മണി നമ്മൾ അതിൽ നിന്ന് കുറക്കുമ്പം 1,500 മൈനസ് 3,750 2,250 രൂപ അയാൾ എന്ത് ചെയ്തു? എക്സസ് മണി അടച്ചു. അപ്പോൾ ഈ എക്സസ് വന്നിരിക്കുന്ന അഡ്വാൻസ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റിന് എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റിലേക്കും അതുപോലെ കോൾസിലേക്കും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ജേണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ 1,02,250. എങ്ങനെയാണ്? 10,000 ഷെയർ ഇൻറ്റു 25. ഒന്നുകൂടെ പറയാം. ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു കോൾ ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10,000 ഇൻറ്റു 25 1 lakh.
സോറി 25 അല്ല, 10 അപ്ലിക്കേഷൻ മണി 10 റുപ്പീസാണ്, തെറ്റിപ്പോയി. അപ്പം 10,000 ഇൻറ്റു എത്ര, 10,000 ഇൻറ്റു 10 എത്രയാണ്, 1 ലാക്കാണ് വരിക. അപ്പം ബാങ്കിൽ എത്രയാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, 1,02,250 കിട്ടിയിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എത്രയാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, 1 ലാക്കാണ്. ടു കോൾ ഇൻ അഡ്വാൻസ്, നമ്മൾക്ക് ഓൾറെഡി എന്ത് ചെയ്തു, അയാൾ പേയ്മെൻറ്റ് ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് 2,250 രൂപയാണ് എക്സസ് എമൗണ്ട്. അപ്പം ഇത് രണ്ടും കൂടി എത്രയാണ് ബാങ്കിലേക്ക് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, 1,02,250 രൂപ. ഈ എക്സസ് എമൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്, മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി 1,500 കൊടുക്കേണ്ടത്, പക്ഷേ അയാൾ 3,750 രൂപ കൊടുത്തു. 3,750 മൈനസ് 1,500 എത്രയാണ്, 2,250 രൂപ എന്താണ്, എക്സസ് ആണ്. അങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പം ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു കോൾ ഇൻ അഡ്വാൻസ് അക്കൗണ്ട് വരും. അങ്ങനെ മൊത്തം എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്ന ബാങ്കിൽ, 1,02,250 രൂപ. അപ്ലിക്കേഷൻ മണിയുടെ കൂടെ എന്തുകൂടെ ഇൻക്ലൂഡഡ് ആണ്, ഷ്യാമിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത്, ഓൺ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ അഡ്ജസ്റ്റിംഗ് കോൾസ് ഇൻ അഡ്വാൻസ്. ഇനി നമ്മൾ ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതുപോലെ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി, അതുപോലെ നമ്മൾ കോൾസിൻ്റെ അഡ്വാൻസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് വരിക, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 1 ലാക്ക് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 ലാക്ക്. ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ 5 പെർ ഷെയർ, ഒരു 10,000 ഷെയറിൻ്റെ ഓരോ ഷെയറിന് 5 രൂപ വെച്ചിട്ടാണ് എന്താണ് അലോട്ട്മെൻറ്റ് മണി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി 5 രൂപയാണ്. അപ്പം എത്രയാണ് ഇതിൻ്റെ എമൗണ്ട് വരിക, 50,000. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് ഡ്യൂ വരുമ്പോൾ എങ്ങനെയാണ് വരിക, എൻട്രി സെയിം, അതിന് വ്യത്യാസമൊന്നുമില്ല. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000. ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഷ്യാംസ് എക്സസ് എമൗണ്ട്. നമ്മൾ അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യണം, നമ്മൾ ഷ്യാമിൻ്റെ എക്സസ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ, ഷ്യാംസ് ബാലൻസ് ഫ്രം അഡ്വാൻസ് എത്രയാണ്, 2,250 രൂപയാണ് അഡ്വാൻസ്. അതിൽ ഷ്യാംസിൻ്റെ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ട എത്രയാണ്, 150 ഷെയറാണ് അയാൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 150 ഇൻറ്റു 5 എത്ര, 750 രൂപയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് മണി നൽകേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2,250 മൈനസ് 750, ബാക്കി നമുക്ക് എത്ര കിട്ടും, ഫസ്റ്റ് കോളിലേക്ക് നമ്മൾക്ക് മാറ്റുവാൻ എത്ര കിട്ടും, 1,500 കിട്ടും. അപ്പം ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക, ബാങ്ക് അക്കൗണ്ട് 49,250 രൂപ, കോൾസിൻ്റെ അഡ്വാൻസ് അക്കൗണ്ട് 750 ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 50,000. ഇത് രണ്ടും ചേർന്നിട്ട് 50,000. അടുത്ത, ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ 10 പെർ ഷെയർ, 10,000 ഷെയറിൻ്റെ ഈച്ച് ഷെയറിൽ 10 രൂപ വെച്ചിട്ടാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി വെച്ചിട്ടിരിക്കുന്നത്. അപ്പം ഡ്യൂ വരുമ്പം സെയിം എൻട്രി തന്നെയാണ്, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വരിക, 1 ലാക്ക്. അപ്പം ഇതിന് നമുക്കിനി അഡ്ജസ്റ്റ്മെൻറ്റ് താഴെ ചെയ്യാനുണ്ട്. ഓൺ റിസീപ്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി എക്സെപ്റ്റ് ഫ്രം റാംസ് 100 ഷെയർസ് അഡ്ജസ്റ്റ് ഷ്യാംസ് അഡ്വാൻസ്. നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, റാം എന്ത് ചെയ്തിട്ടില്ല, അയാളുടെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന റാം എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് നൽകിയിട്ടില്ല, ആ എമൗണ്ട് പേ ചെയ്തിട്ടില്ല. ഷ്യാം എന്തായാലും അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് രണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. റാം ഡിഡ് നോട്ട് പേ ഫോർ 100 ഷെയർ, അപ്പോൾ 100 ഇൻറ്റു 10 എത്രയാണ്, 1,000 റുപ്പീസ്. അപ്പോൾ കോൾ ഇൻ അറേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അത് പോകും. ഷ്യാം റിമൈനിങ് അഡ്വാൻസ് അഡ്ജസ്റ്റഡ് 1,500. ഷ്യാമിൻ്റെ എന്താണ് ഇനി ബാക്കിയുള്ള 1,500 രൂപ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, 1 ലാക്ക് മൈനസ് 1,000. 1,000 എങ്ങനെയാണ്, റാം പേ ചെയ്തിട്ടില്ല. റാം 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന റാം എന്ത് ചെയ്തിട്ടില്ല, ഫൈനൽ ആൻഡ് ലാസ്റ്റ് കോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം അയാളുടെ 1000 രൂപ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര നമുക്ക് കിട്ടും, 99,000 രൂപ കിട്ടും. ഇനി ബാങ്ക് അക്കൗണ്ട് ഡക്റ്റ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് കോൾസ് ഇൻ അറേസ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പം എങ്ങനെയാണ്, ബാങ്കിൽ എത്രയാണ് നമ്മൾ റിസീവ് ചെയ്ത്, 98,500 രൂപ. അതിൽ കോളിൻ അഡ്വാൻസ് നമ്മൾ പറഞ്ഞു 1,500, ഷ്യാമിൻ്റെ റിമൈനിങ് അഡ്വാൻസ് പേയ്മെൻറ്റ് 1,500 വരും. അതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ
കോളിന് അറേസ് വരും. കാരണം ഇയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അത് 1000 രൂപയും. അപ്പം ലാസ്റ്റ് എത്രയാണ്? അപ്പം ടു ഇക്വിറ്റി ഷെയർ ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ എത്രയാണ്? 1 lakh. ഇങ്ങനെയാണ് ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. Forfeiture of shares happens when shareholder fails to pay the required call money. The company can remove the shareholders name in the register of the members. ഇവിടെ പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡർ അയാളുടെ ഷെയറിൻ്റെ മുകളിലെ കോൾ മണി അയാൾക്ക് കൊടുക്കുന്നതിന് അയാൾ വീഴ്ച വരുത്തുകയാണ്. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്പനി എന്ത് ചെയ്യും? ഷെയർ ഹോൾഡറിനെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നിന്നും അയാളുടെ പേര് വെട്ടുകയും അതിനെ ഫോർഫീറ്റ് ചെയ്യുകയും ചെയ്യും. അതിന് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മസ്റ്റ് ബി ഓതറൈസ് ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ 40 days നോട്ടീസ് നൽകണം ഷെയർ ഹോൾഡറിന്. ആസ്കിങ് ഫോർ പേയ്മെൻറ്റ് വിത്ത് ഇൻട്രസ്റ്റ്. അയാൾ അടക്കാത്തതിൻ്റെ പണത്തിൻ്റെ മുകളിൽ പേയ്മെൻറ്റും അടക്കാത്ത പേയ്മെൻറ്റും അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി 40 days മുമ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരിക്കണം. ദ നോട്ടീസ് മസ്റ്റ് ക്ലിയർ സ്റ്റേറ്റ് ദ ഫെയിലിയർ ടു പേ വിൽ റിസൾട്ട് ഫോർഫീച്ചർ. അതിൽ നോട്ടീസിൽ എന്ത് പറയണം? അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഫെയിലർ ആവുകയാണെങ്കിൽ അത് ഫോർഫീച്ചർ ചെയ്യുമെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ദ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് ഡയറക്ടറിന് എന്ത് ചെയ്യാം? ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് അതിനെ ഫോർഫീച്ചർ ചെയ്യാം. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടൽ എന്നാണ് പറയുക. ഷെയറിനെ കണ്ടുകെട്ടൽ. അക്കൗണ്ടിങ് എൻട്രീസ് ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്തൊക്കെയാണ്? കേസ് 1 ഇഷ്യൂഡ് അറ്റ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ ആണെങ്കിൽ അതിൻ്റെ എൻട്രി എങ്ങനെ വരുന്നു നോക്കാം. ഇപ്പോൾ ഷെയർ വർ ഇഷ്യൂഡ് ഫേസ് വാല്യൂ ദ ഫോളോയിങ് എൻട്രീസ് ഈസ് മെയ്ഡ്. ജേണൽ എൻട്രി വരെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എഴുതുക, ടോട്ടൽ എമൗണ്ട് എഴുതുക. ടു ഷെയർ ഫോർഫീച്ചർ എമൗണ്ട് പെയ്ഡ് ചെയ്തിരിക്കുന്നത്. ടു കോൾ ഇൻ അറേസ് അയാൾ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട്. ഇങ്ങനെ അതിൻ്റെ ജേണൽ എൻട്രി വരെ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. എ കമ്പനി ഫോർഫീറ്റ് 500 ഷെയർ ഓഫ് 10 rupees each, where application money 3, allotment money 3, first call 2 and second call 2. The shareholder failed to pay the first call. Shareholder എന്ത് ചെയ്തു? ഫസ്റ്റ് കോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഫെയിലറായി. അപ്പം അതിൻ്റെ എൻട്രി ഇങ്ങനെ വരും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 40,000, ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 3,000, ടു കോൾ ഇൻ അറേസ് എത്ര വരും? 1,000. ഇതെങ്ങനെ വന്നത്? കോളിൻ അറേസിൽ എങ്ങനെയാണ്? 500 × 2 എങ്ങനെ 1,000 കിട്ടും. അങ്ങനെയാണ് ഈ എമൗണ്ട് ഓരോന്നും വന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ വീണ്ടും പറയുന്നില്ല, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കേസ് 2 ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇഫ് എ പ്രീമിയം ഈസ് ഓൾറെഡി റിസീവ്ഡ് ഇറ്റ് ഈസ് നോട്ട് ഡെബിറ്റഡ്. നമ്മൾ ഓൾറെഡി പ്രീമിയം റിസീവ് ചെയ്യും, പക്ഷേ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരുന്നത്? ഇഫ് ദ പ്രീമിയം വാസ് പാർട്ട് ഓഫ് അൺപെയ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഈ പ്രീമിയം അൺപെയ്ഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഭാഗമാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡെബിറ്റഡ്. നമുക്കത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ കോൾഡ് എമൗണ്ട് ഷെയർ പ്രീമിയം അക്കൗണ്ട് ഡക്ട് അൺപെയ്ഡ് പ്രീമിയം ടു കോൾ ഇൻ അറേസ് അൺപെയ്ഡ് എമൗണ്ട് ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എമൗണ്ട് പെയ്ഡ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഷെയർ ഇഷ്യൂഡ് 400 ആണ്. ഫേസ് വാല്യൂ വരുന്നത് 10 rupees. പ്രീമിയം എന്ന് പറയുന്നത് 13. അപ്പം ടോട്ടൽ പ്രൈസ് പെർ ഷെയർ 13 ആണ്. പേയ്മെൻറ്റ് സ്ട്രക്ചർ എങ്ങനെ? അലോട്ട്മെൻറ്റ് 5. ഈ 5ൽ തന്നെയാണ് എന്താണ്? പ്രീമിയം ഇൻക്ലൂഡഡ് 3 rupees പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് കോള് 2. എമൗണ്ട് അൺപെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റിൽ 5 × 400 ഷെയർസിൻ്റെ എത്രയാണ്? 2000. അടുത്ത ഫസ്റ്റ് കോള് അൺപെയ്ഡ് വന്നിരിക്കുന്ന ഷെയർ ഹോൾഡർ 2 × 400 എത്രയാണ്? 800. അപ്പോൾ ടോട്ടൽ അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 2800 ആണ്.
അപ്പം ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ളത് ഇപ്പോൾ ടോട്ടൽ അൺപെയ്ഡ് എന്ന് പറയുന്നത് 2800 അപ്പം ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫോർഫീച്ചറിൻ്റെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് 10 ഫേസ് വാല്യൂ ആണ്. അപ്പം 7 ആണ് പേ ചെയ്തിരിക്കുന്നത്. അപ്പം 3000 വരും. ഷെയർ പ്രീമിയം 1200 അൺപെയ്ഡ് വന്നിരിക്കുന്നത്. അതുപോലെ 2 ഷെയർ അലോട്ട്മെൻറ്റ് 2000, 2 ഷെയർ ഫസ്റ്റ് കോൾ 800, 2 ഷെയർ ഫോർഫീച്ചർ 1200. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരിക. അടുത്തത് കേസ് 3 ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. If share were issued at a discount, the discount on issue of shares account is credited when forfeited. അതിൻ്റെ എൻട്രി ഇങ്ങനെയാണ് വരിക. ഇനി റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് വരുമ്പോൾ എങ്ങനെയാണ്? ഫോർഫീച്ചർ ഷെയർസ് ക്യാൻ ഐദർ ബി ക്യാൻസൽഡ് ഓർ റീ ഇഷ്യൂഡ്. നമുക്ക് ഫോർഫീച്ചർ ഷെയർ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ റീ ഇഷ്യൂ ചെയ്യാം. റീ ഇഷ്യൂ ക്യാൻ ബി അറ്റ് പാർ, അറ്റ് ഡിസ്കൗണ്ട്, അറ്റ് പ്രീമിയം. അത് വേണമെങ്കിൽ നമുക്ക് ഫേസ് വാല്യൂവിന് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് കൊടുക്കാം, പ്രീമിയത്തിനും കൊടുക്കാം. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എമൗണ്ട് ഓൾറെഡി ഫോർഫീച്ചർ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. എനി ബാലൻസ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആഫ്റ്റർ റീ ഇഷ്യൂ ഈസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. നമ്മൾ റീ ഇഷ്യൂവിന് ശേഷം ഫോർഫീച്ചർ അക്കൗണ്ടിൽ എന്തെങ്കിലും ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പം അതിൻ്റെ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ജേണൽ എൻട്രി ഓഫ് റീ ഇഷ്യൂ, ബാങ്ക് അക്കൗണ്ട് ആക്ട്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആക്ട് ടു ഷെയർ ക്യാപിറ്റൽ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാക്സിനകത്തുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ റിസർവ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആക്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അടുത്ത ബുക്ക് ബിൽഡിംഗ് കൺസെപ്റ്റ് ആൻഡ് പ്രോസസ്സ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രൈസും ഡിമാൻഡും ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? അത് നമ്മൾ ഇത് കമ്പനീസിന് അവരുടെ ഇഷ്യൂവിൻ്റെ മുകളിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ദ പ്രൈസ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് ബട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ ബിഡ്സ് ഫ്രം ദ ഇൻവെസ്റ്റർ. നമ്മൾ ഈ പ്രൈസ് ഓൾറെഡി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ബിഡ് അനുസരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് വരുന്ന ലേലത്തിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ദ കമ്പനി ഓർഗനൈസ് റോഡ് ഷോസ്. കമ്പനി അതിനുവേണ്ടി റോഡ് ഷോസും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി റോഡ് ഷോസും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ കൊണ്ടുവരും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ബിഡ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ബിഡ്സ് സബ്മിറ്റ് ചെയ്യും വിത്ത് ദ പ്രൈസ് ദേ ആർ വില്ലിങ് ടു പേ. അവരെത്രയാണോ പേ ചെയ്യാൻ വേണ്ടി വില്ലിങ് ആണ്, ആ പണം അവരെന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ അവരെന്ത് ചെയ്യും? ബിഡ്സ് സബ്മിറ്റ് ചെയ്യും. ദ ഫൈനൽ പ്രൈസ് അഥവാ കട്ട് ഓഫ് പ്രൈസ് ഡിസൈഡ് ആഫ്റ്റർ ദ ബിഡിംഗ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും അവസാനത്തെ നമ്മുടെ ഫൈനൽ പ്രൈസിലും കട്ട് ഓഫ് പ്രൈസ് ഡിസൈഡ് ചെയ്യുക. പ്രോസസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് എന്തൊക്കെയാണ്? ഹയറിംഗ് ആൻഡ് അണ്ടർ റൈറ്റർ അഥവാ എ കമ്പനി അപ്പോയിൻറ്റ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് അഥവാ അണ്ടർ റൈറ്റർ ടു മാനേജ് ദ പ്രോസസ്സ്. കമ്പനി എന്ത് ചെയ്യും? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിനെ അപ്പോയിൻറ്റ് ചെയ്യും അഥവാ അണ്ടർ റൈറ്ററിനെ ഈ പ്രോസസ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി. അണ്ടർ റൈറ്റർ എന്ത് ചെയ്യും? സെറ്റ് ആൻഡ് ഇൻഡിക്കേറ്റ് പ്രൈസ് റേഞ്ച് ആൻഡ് പ്രിപ്പയർസ് എ പ്രോസ്പെക്റ്റ്. അവർ പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവർ പ്രോസ്പെക്ട്സ് തയ്യാറാക്കും. ഇൻവെസ്റ്റേഴ്സ് ബിൽഡിങ്. ലാർജ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, ബാങ്ക് മുതലായവ അവരെന്ത് ചെയ്യും? ബിഡ്സ് പ്ലേസ് ചെയ്യും. സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് പ്രൈസ്. ഒരാവശ്യമായിട്ടുള്ള ബിഡ്സ് എത്രത്തോളം ഷെയർസ് ആൻഡ് പ്രൈസ്, നമ്പർ ഓഫ് ഷെയർസും പ്രൈസും വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവർ ബിഡ്സ് പ്ലേസ് ചെയ്യും. അതുപോലെ ഷെയർ പ്രൈസിങ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ബിഡ്സ് ദ അണ്ടർ റൈറ്റർ ഡിറ്റർമൈൻ ദ ഫൈനൽ ഇഷ്യൂ പ്രൈസ്. അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന ബിഡ് അനുസരിച്ചിട്ട് എത്രത്തോളമാണ് വന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഡിമാൻഡും ബിഡ്സിൻ്റെ പ്രൈസും കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? അണ്ടർ റൈറ്റർ അതിൻ്റെ ഇഷ്യൂവിൻ്റെ ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യും അഥവാ കട്ട് ഓഫ് പ്രൈസ് എന്നതിനെ പറയും.
bidding process transparency. The underwriter must publicly disclose the detail of the details of bids received. ഈ അണ്ടർറൈറ്റർ എന്ത് ചെയ്യണം, ബിഡ് അവർക്ക് കിട്ടിയിട്ടുള്ള ബിഡ്സിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നീട് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്. ഷെയർ ആർ അലോട്ടഡ് ടു സക്സസ്ഫുൾ ബിഡേഴ്സ്. ആരതാണോ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ബിഡാണോ അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിഡേഴ്സിന് എന്ത് ചെയ്യും, അത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് പേയ്മെൻറ്റ്സ് ആർ സെറ്റിൽഡ്. അഡ്വാൻറ്റേജസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് എന്തൊക്കെയാണ്? എഫക്റ്റീവ് പ്രൈസ് ഡിസ്കവറി, ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി, റെക്കമെൻഡഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അടുത്തത് റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്. എ റൈറ്റ് ഇഷ്യൂ വെൻ കമ്പനി ഓഫർ ന്യൂ ഷെയർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഇൻ പ്രൊപ്പോർഷനേറ്റ് ടു ദെയർ കറണ്ട് ഹോൾഡിംഗ്. റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓൾറെഡി അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന്, അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് അവർക്ക് പുതിയ ഷെയർ നൽകുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അവരുടെ കയ്യിലുള്ള അവരെത്രത്തോളമാണോ കൈവശം വെച്ചിരിക്കുന്ന ഷെയർസ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർസ് അവർക്ക് നൽകും. issued after the key features are issued after 2 years of formation or 1 year after the first allotment ആയിരിക്കണം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഗെറ്റ് ഫസ്റ്റ് റൈറ്റ് ടു ബൈ ഷെയർസ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് അത് ഫസ്റ്റ് തന്നെ വാങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഷെയർ ഹോൾഡർ നോട്ട് സബ്സ്ക്രൈബ് ദ കമ്പനി ക്യാൻ സെൽ ദ ഷെയർ എൽസ്വെയർ. ഇനി ഷെയർ ഹോൾഡർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ, മറ്റെവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി വിൽക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് കമ്പനിക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി അത് വിൽക്കാം. പ്രൈവറ്റ് കമ്പനീസ് ആർ എക്സംപ്റ്റ് ഫ്രം സെക്ഷൻ. പ്രൈവറ്റ് കമ്പനിക്ക് ഇത് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. പ്രോസസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യാം. ഷെയർ ഹോൾഡർ നോട്ടിഫൈഡ് അബൌട്ട് നമ്പർ ഓഫ് ഷെയർസ് ദേ ക്യാൻ ബൈ ഇൻ എ മിനിമം ഓഫ് 50 days ഈസ് ഗിവൺ. ആക്സെപ്റ്റ് ദ ഓഫർ, ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, അതുപോലെ അലോട്ട്മെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിട്ടൈൻ ഓണർഷിപ്പ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് അവർ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നോ ഡൈല്യൂഷൻ ഇൻ വാല്യൂ. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ബെറ്റർ കമ്പനി ഇമേജ് ആയിരിക്കും. ഇൻഷുർ ക്യാപിറ്റൽ അവൈലബിലിറ്റി. റൈറ്റ് ഇഷ്യൂ അക്കൗണ്ടിങ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇഷ്യൂ 3000 റൈറ്റ് ഷെയർ. കമ്പനി 30,000 റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുകയും അറ്റ് 10 ഈച്ച്. അതിൽ 2 പ്രീമിയമാണ്. അപ്പം ടോട്ടൽ ഇത്രയാണ് 12. പേയ്മെൻറ്റ് വരുന്ന അപ്ലിക്കേഷൻ 6 ആണ്, അതിൽ 1 പ്രീമിയമാണ്. അലോട്ട്മെൻറ്റും 6 ആണ്, അതിൽ 1 പ്രീമിയമാണ്. അങ്ങനെയാണ്. അപ്പം 6ഉം 6ഉം 12 ആയിട്ട് വന്നുള്ളത്. 5 ആയിരിക്കും അപ്ലിക്കേഷനിൽ, 1 പ്രീമിയം മണിയും. ഇതിൽ 5 അലോട്ട്മെൻറ്റ് മണിയായിരിക്കും, 1 പ്രീമിയം ആയിരിക്കും. അപ്പം ജേണൽ എൻട്രിയാണ്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിന് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എത്രയാണ്? 1,80,000. ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് 1,80,000. ദ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 1,50,000. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്? 30,000 ആണ്. അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പം സെയിം എൻട്രി തന്നെയാണ്, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് 1,80,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,50,000. ടു സെക്യൂരിറ്റി പ്രീമിയം 30,000. സെക്യൂരിറ്റി പ്രീമിയം എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, 1 rupees പെർ 1 rupees എന്ത് വരുന്നത്? പ്രീമിയം വരുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഷെയർസ് എത്രയാണ്? 30,000 ആണ്. അപ്പം 30,000 × 1 30,000. അങ്ങനെയാണ് ഈ 30,000 ഇവിടെ വരുന്നത്. ഇവിടെ 1,50,000 കിട്ടുന്നത് എങ്ങനെയാണ്? 5 rupees അന്നേരം എന്താണ്? അപ്ലിക്കേഷൻ മണി. അപ്പോൾ 5 × 30,000 1,50,000. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടും? 1,80,000. അങ്ങനെയാണ് ഈ എമൗണ്ട് വന്നിരിക്കുന്നത്. ഇനി അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പം ഇങ്ങനെ വരും. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പം 1,80,000. ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 1,80,000. എക്സാമ്പിൾ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇഷ്യൂഡ് 4,000 റൈറ്റ് ഷെയർ അറ്റ് 100 ഈച്ച്. 20 ആണ് പ്രീമിയം. അപ്പം ടോട്ടൽ പ്രീമിയം എത്രയായിരിക്കും? ടോട്ടൽ കൊടുത്തിരിക്കുന്ന മണി എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ മണി 50, അലോട്ട്മെൻറ്റ് 70, 20 പ്രീമിയവുമാണ്. അപ്പോൾ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ട് ആക്ട് 2 ലക്ഷം നമുക്ക് ലഭിച്ചു. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ 2 ലക്ഷം തന്നെയാണ്. ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ? പ്രീമിയം നമ്മൾ വന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 2 lakh, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh,
അലോട്ട്മെൻറ്റ് ഡ്യൂ equity share allotment conductor 2,80,000 to equity share capital 2 lakh to securities premium 80,000. Allotment money received എത്രയാണ് ബാങ്ക് അക്കൗണ്ട് 2,80,000 to equity share allotment 2,80,000. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഈ ക്വസ്റ്റ്യൻ അലോട്ട്മെൻറ്റ് മണിയിലാണ് പ്രീമിയം വന്നത്, അതുകൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ മണിയിലും അലോട്ട്മെൻറ്റ് മണിയിലും വന്നിട്ടുണ്ടായിരുന്നു പ്രീമിയം ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടിലും പ്രീമിയം നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് അലോട്ട്മെൻറ്റ് മണിൻ്റെ കൂടെ മാത്രമാണ് പ്രീമിയം വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ പ്രീമിയം കണ്ടു. പ്രീമിയം മണി എത്രയാണ് 80,000 കിട്ടിയിരിക്കുന്നത്. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര 2 lakh. അപ്പം ടോട്ടൽ നമ്മൾ റിസീവ് എത്രയാണ് 2,80,000 ആണ്.